ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനുള്ള ഒരു സ്നാക്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തയ്യാറാക്കാം. ഞാനൊരു 4 മുട്ട എടുത്ത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഒരു 30 ml കപ്പിൽ ഒരു പകുതി മൈദപ്പൊടി, അതുപോലെ അതേ അളവിൽ കടലപ്പൊടി, പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും ഉപ്പും കൂടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് വിസ്ക് വെച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഓരോ ദിവസം വൈകുന്നേരം എന്ത് ചായക്ക് തയ്യാറാക്കുന്നുള്ള ആലോചിക്കുന്ന സമയത്ത് നമുക്കിതുപോലെ ഓരോ വെറൈറ്റികൾ തയ്യാറാക്കി നോക്കാം. ഇനി ഞാനിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായി യോജിപ്പിക്കാം. എന്നിട്ട് കുറച്ചായി വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഈ വിസ്ക് കൊണ്ട് നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് കട്ടകളില്ലാതെ നന്നായി കുഴക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ നന്നായി ഫൈനായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി മസാല ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവ് നല്ലവണ്ണം ഉണ്ടാകാൻ വേണ്ടിയാണ്. പിന്നെ ഒന്ന് ടേസ്റ്റ് ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തയ്യാറായി വെച്ചതിന് ശേഷം നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ടയൊക്കെ ഞാൻ തൊലി പൊളിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നെടുകെ കീറി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കാം. ചൂടായതിന് ശേഷം നമുക്ക് ഈ മുറിച്ച് വെച്ച മുട്ട ഓരോന്നായി ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പൂണ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേഗം തന്നെ മുട്ടയുടെ ബജി തയ്യാറാക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭാഗം മുരിഞ്ഞ് വരുന്ന സമയത്ത് മറുഭാഗം കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. അരിപ്പൊടി ചേർത്തുകൊണ്ട് കുറച്ച് ക്രിസ്പി ആയിട്ടും കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് സോഫ്റ്റ് ഉണ്ട് മൈദപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ നമുക്ക് എല്ലാം ഇതിൽ ഇട്ടിട്ട് ഇതുപോലെ വറുത്ത് കോരാം. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ പോകാൻ വേണ്ടി ഞാനൊരു ബട്ടർ പേപ്പറിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അധികം അങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാനിത് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് അമ്മമാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.